ന്യൂയോർക്ക് സിറ്റിയുടെ ചരിത്രത്തിൽ ഇന്നൊരു പുതിയ അധ്യായം കുറിക്കപ്പെട്ടിരിക്കുകയാണ്. ആഗോള രാഷ്ട്രീയത്തിൽ തന്നെ വലിയൊരു ബ്രേക്കിംഗ് ന്യൂസ് ആണത്. ന്യൂയോർക്കിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ മുസ്ലിം മേയറായി ഇന്ത്യൻ വംശജനായ സോറാൻ മംദാനി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. അതും വെറുമൊരു സാധാരണ ചടങ്ങല്ല. മിഡ് നൈറ്റിൽ ഒരു പഴയ സബ്വേ സ്റ്റേഷനിൽ വെച്ച് ഖുറാനിൽ കൈവച്ചാണ് അദ്ദേഹം ഈ പദവി ഏറ്റെടുത്തത്. വെറും 34-ാം വയസ്സിൽ ഇത്രയും വലിയൊരു നഗരത്തിന്റെ പവർഫുൾ പൊസിഷനിലേക്ക് മംദാനി എത്തിയെന്നത് ശരിക്കും ഇൻസ്പയറിംഗ് ആയ ഒരു കാര്യമാണ്. എന്തൊക്കെയാണ് മംദാനിയുടെ പുതിയ പ്ലാൻസ്? എന്തുകൊണ്ടാണ് ഈ വിജയം ഇത്ര ചർച്ചയാകുന്നത്? നമുക്ക് നോക്കാം. ന്യൂയോർക്ക് സിറ്റിയുടെ 112ാമത്തെ മേയറാണ് സോറാൻ മംദാനി. വ്യാഴാഴ്ച വെളുപ്പിനെ കൃത്യം 12 മണിക്ക് മാൻഹട്ടനിലെ പഴയ സിറ്റി ഹാൾ സബ്വേ സ്റ്റേഷനിലായിരുന്നു ചടങ്ങുകൾ. തന്റെ മുത്തച്ഛന്റെ ഖുറാനിലും അതോടൊപ്പം 18-ാം നൂറ്റാണ്ടിലെ അപൂർവമായ മറ്റൊരു ഖുറാനിലുമാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തത്. സോറാൻ മംദാനിയുടെ ഈ വിജയം കേവലം ഒരു വ്യക്തിയുടെ വിജയമല്ല, മറിച്ച് പല റെക്കോർഡുകളുടെയും തകർച്ചയാണ്. ഫസ്റ്റ് മുസ്ലിം മേയർ ഓഫ് NYC, ന്യൂയോർക്കിന്റെ ചരിത്രത്തിലെ ആദ്യ മുസ്ലിം മേയറാണ്. നൂറ്റാണ്ടുകളായി ക്രിസ്ത്യൻ വിശ്വാസ പ്രമാണങ്ങളിൽ സത്യപ്രതിജ്ഞ നടന്നിരുന്ന ആ മണ്ണിൽ ഖുറാൻ ഉയർത്തിപ്പിടിച്ച മംദാനി ഒരു വലിയ മെസ്സേജാണ് നൽകിയത്. അടുത്തത് ഫസ്റ്റ് സൗത്ത് ഏഷ്യൻ ആൻഡ് ആഫ്രിക്കൻ ബോൺ ലീഡർ. സൗത്ത് ഏഷ്യൻ വംശജർക്കും ആഫ്രിക്കൻ കുടിയേറ്റക്കാർക്കും ഇത് അഭിമാന നിമിഷമാണ്. ഉഗാണ്ടയിൽ ജനിച്ച ഒരാൾ ലോകത്തിന്റെ സാമ്പത്തിക തലസ്ഥാനം ഭരിക്കുക എന്നത് ചെറിയ കാര്യമല്ല. ഇനി ദ യങ്ങസ്റ്റ് മേയർ ഇൻ ജനറേഷൻസ്. വെറും 34-ാം വയസ്സിൽ ഈ പദവിയിലെത്തിയ അദ്ദേഹം യങ്ങസ്റ്റ് മേയർ എന്ന ഖ്യാതിയും സ്വന്തമാക്കി. ചുരുക്കത്തിൽ മംദാനിയുടെ വരവ് ന്യൂയോർക്കിന്റെ മുഖച്ഛായ മാറ്റുന്ന ഒരു ജനറേഷണൽ ഷിഫ്റ്റ് തന്നെയാണ്. ഉഗാണ്ടയിൽ ജനിച്ച ഇദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ലോക പ്രശസ്ത ചലച്ചിത്ര സംവിധായിക മീര നായരും പ്രൊഫസർ മെഹ്മൂദ് മംദാനിയുമാണ്. ഒരു ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് എന്ന നിലയിലാണ് സോറാൻ ജനവിധി നേടിയത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ഇവിടെ. ഈ വിജയം ശരിക്കും അത്ര എളുപ്പമായ ഒരു കാര്യമായിരുന്നില്ല. മുൻ ഗവർണർ ആൻഡ്രൂ കുവോമോയെ പോലുള്ള വമ്പന്മാരെ പരാജയപ്പെടുത്തിയാണ് സോറാൻ ഈ സ്ഥാനത്തെത്തിയത്. അഫോർഡബിലിറ്റി അഥവാ സാധാരണക്കാർക്ക് ജീവിക്കാൻ കഴിയുന്ന നഗരം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ക്യാമ്പയിൻ സ്ലോഗൻ എന്ന് പറയുന്നത്. ന്യൂയോർക്ക് പോലെയുള്ള ഒരു സിറ്റിയിൽ ലിവിംഗ് കോസ്റ്റ് താങ്ങാനാവില്ലെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം ജനങ്ങൾക്ക് നൽകിയിരുന്ന വാഗ്ദാനങ്ങളൊന്ന് പരിശോധിക്കാം. ഫ്രീ ബസ് സർവീസ്, എല്ലാവർക്കും സൗജന്യ ബസ് യാത്ര. റെന്റ് ഫ്രീസ് അഥവാ വാടക വർധനവ് തടയുക. അടുത്തത് സിറ്റി റൺ ഗ്രോസറി സ്റ്റോഴ്സ്, അതായത് വിലക്കയറ്റം നിയന്ത്രിക്കാൻ ഗവൺമെന്റ് നേരിട്ട് നടത്തുന്ന പലചരക്ക് കടകൾ. പിന്നെ യൂണിവേഴ്സൽ ചൈൽഡ് കെയർ, എല്ലാവർക്കും സൗജന്യ ശിശു സംരക്ഷണം. ഇതൊക്കെ നടപ്പിലാക്കാൻ വലിയ വെല്ലുവിളികൾ ഉണ്ടെങ്കിലും മംദാനിയുടെ വരവ് ന്യൂയോർക്കിലെ സാധാരണക്കാർക്ക് വലിയൊരു ആശ്വാസമാണ്. ഇന്ന് വൈകുന്നേരം സിറ്റി ഹാളിൽ വെച്ച് നടക്കുന്ന പബ്ലിക് സെറമണിയിൽ സെനറ്റർ ബെർണി സാൻഡേഴ്സ് അദ്ദേഹത്തിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. ഇതിനുശേഷം വലിയൊരു ബ്ലോക്ക് പാർട്ടിയും നഗരത്തിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. വംശീയ അധിക്ഷേപങ്ങളെയും കടുത്ത മത്സരങ്ങളെയും അതിജീവിച്ച് സോറാൻ നേടിയ ഈ വിജയം ലോകമെമ്പാടുമുള്ള സൗത്ത് ഏഷ്യൻ വംശജർക്ക് വലിയ അഭിമാനമാണ്. സത്യസന്ധതയും അതുപോലെ കൃത്യമായ വിഷനും ഉണ്ടെങ്കിൽ ആർക്കും എവിടെയും എത്താമെന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ്. ചുരുക്കത്തിൽ ന്യൂയോർക്ക് ഒരു മാറ്റം ആഗ്രഹിച്ചിരുന്നു. ആ മാറ്റത്തിന്റെ മുഖമായിട്ടാണ് മംദാനി എത്തിയത്. വെറും 34 വയസ്സുള്ള ഈ യുവാവ് അമേരിക്കയിലെ ഏറ്റവും വലിയ നഗരത്തിന്റെ പ്രശ്നങ്ങൾക്ക് എങ്ങനെ പരിഹാരം കാണുമെന്നും എങ്ങോട്ട് നയിക്കുമെന്നും നമുക്ക് കാത്തിരുന്ന് കാണാം.